ലബനാനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളുമായി ബന്ധപ്പെട്ട് പശ്ചിമേഷ്യയിൽ പുതിയ ആരോപണങ്ങൾ ഉയരുകയാണ്. ഇറാൻ മുൻ പ്രസിഡന്റ് ഇബ്രാഹിം റഈസിയുടെ മരണത്തിന് പിന്നിലും പേജർ സ്ഫോടനം നടന്നുവെന്നാണ് പുതിയ ആരോപണം. ഇറാൻ പാർലമെന്റ് അംഗമായ അഹമ്മദ് ബക്ഷായേഷ് ആർദസ്താനിയാണ് ആരോപണം ഉയർത്തിയിരിക്കുന്നത്. ഹിസ്ബുള്ള ഉപയോഗിക്കുന്ന തരം പേജർ റഈസിയുടെ ഹെലികോപ്റ്ററിൽ ഉണ്ടായിരുന്നുവെന്ന് വെളിപ്പെടുത്തിയ ആർദസ്താനി റഈസി കൊല്ലപ്പെട്ട ഹെലികോപ്റ്റർ അപകടം ആസൂത്രിതമാണെന്നും ആരോപിച്ചു. ഇറാൻ സൈന്യത്തിൻ്റെ കൂടി അറിവോടെയാണ് ഹിസ്ബുള്ളയ്ക്ക് വേണ്ടി പേജറുകൾ വാങ്ങിയത്. അതുകൊണ്ട് തന്നെ ഇറാന്റെ രഹസ്യാന്വേഷണ വിഭാഗം വിഷയത്തിൽ അന്വേഷണം നടത്തുമെന്നും അഹമ്മദ് ബക്ഷായേഷ് പറഞ്ഞു. ഇബ്രാഹിം റഈസി പേജർ ഉപയോഗിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്ന ചില ചിത്രങ്ങൾ നേരത്തെ പുറത്തു വരികയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെയാണ് പശ്ചിമേഷ്യയെ ആകെ ആശങ്കയിലാക്കും വിധത്തിലുള്ള ആരോപണം ഇറാന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നത്. 2024 മെയ് 19 അറബ് ലോകത്തെ ഞെട്ടിച്ചുകൊണ്ട് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റഈസി സഞ്ചരിച്ച ഹെലികോപ്റ്റർ അപകടത്തിൽപ്പെട്ടുവെന്ന വാർത്തകൾ പുറത്തു വന്നത്. 19 അസർബൈജാൻ അതിർത്തിയിൽ അണക്കെട്ട് ഉദ്ഘാടനം ചെയ്ത് മടങ്ങുമ്പോഴാണ് അപകടം ഉണ്ടായത്. താബ്രിസിന് 95 കിലോമീറ്റർ വടക്ക് കിഴക്കായി മലനിരകൾ നിറഞ്ഞ പ്രദേശത്ത് ഹെലികോപ്റ്റർ ഇടിച്ചിറക്കി എന്നായിരുന്നു ആദ്യ വാർത്തകൾ. പിന്നീട് 20 പുലർച്ചെ പ്രസിഡന്റ് മരണപ്പെട്ടുവെന്ന് ഇറാന്റെ ഭാഗത്തു നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം എത്തി. കാലാവസ്ഥ മോശമാണെന്ന് അറിയാമായിരുന്ന സാഹചര്യത്തിൽ എന്തിന് ഹെലികോപ്റ്റർ യാത്ര തിരഞ്ഞെടുത്തു എന്നതാണ് ആദ്യം ഉയർന്ന ചോദ്യം. കനത്ത മൂടൽമഞ്ഞും മഴയും മൂലം ഏതാനും മീറ്ററുകൾ മാത്രമായിരുന്നു ആ ദിവസത്തിൽ കാഴ്ചയുണ്ടായിരുന്നത്. സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ ഹെലികോപ്റ്റർ ഒഴിവാക്കി മറ്റു യാത്രാമാർഗങ്ങൾ തേടുകയോ കാലാവസ്ഥ അനുയോജ്യമാകുന്നതുവരെ കാത്തിരിക്കുകയോ ആണ് പതിവ്. ഇവിടെ ഈ രണ്ടു കാര്യങ്ങളും നടന്നിരുന്നില്ല. അത് സംബന്ധിച്ച ആശയക്കുഴപ്പങ്ങൾ നിലനിൽക്കെയാണ് വീണ്ടും പുതിയ ആരോപണം ഉയർന്നിരിക്കുന്നത്. ലബനാനിലെ ഹിസ്ബുള്ളയ്ക്കെതിരെ ഇസ്രായേൽ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ പേജർ വാക്കി ടോക്കി സ്ഫോടനങ്ങളിൽ ഇതുവരെ 39 പേരാണ് കൊല്ലപ്പെട്ടത്. 3000 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. പേജർ സ്ഫോടനങ്ങൾ സൃഷ്ടിച്ച സുരക്ഷാ പ്രശ്നം സംബന്ധിച്ച ചർച്ചകൾ അന്താരാഷ്ട്ര തലത്തിൽ സജീവമാകുന്നതിനിടെയാണ് അറബ് മേഖലയുടെ ശക്തി കേന്ദ്രമായ ഇറാനു നേരെയും ഇത്തരത്തിൽ നീക്കം നടന്നുവെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്.